ഓം ശ്രീ മഹാദേവിയെ നമഃ. നമസ്കാരം. നമ്മൾ ഇന്നലെ 54 വരെയുള്ള നാമങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എല്ലാ അർത്ഥങ്ങളും അറിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് 55 മുതൽ 63 വരെയുള്ള നാമങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നാമത്തിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് നാമശ്ലോകങ്ങൾ ചൊല്ലിയതിന് ശേഷം അടുത്ത നാമങ്ങളുടെ അർത്ഥങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഓം ഗുരുഭ്യോ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം ശ്രീ പരാശക്തിയേ നമഃ. സുമേരുമധ്യ ശൃംഗസ്ഥ ശ്രീമന്നഗരനായിക ചിന്താമണി ഗ്രഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത മഹാപത്മാടവി സംസ്ഥ കദംഭാവനവാസിനി സുധാസാഗര മധ്യസ്ഥ കാമാക്ഷി കാമദായിനി. ഇതാണ് ഇന്നത്തെ നാമങ്ങൾ. നമുക്ക് ആദ്യത്തെ നാമം എന്താണെന്ന് നോക്കാം. സുമേരുമധ്യ ശൃംഗസ്ഥ, അതായത് മഹാമേരുവിൻ്റെ ശ്രേഷ്ഠമായ മഹാമേരു പർവ്വതത്തിൻ്റെ നടുവിലത്തെ കൊടുമുടിയിലാണ് അമ്മ വസിക്കുന്നതെന്നാണ് ഈ നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് മഹാമേരു പർവ്വതത്തിൻ്റെ മധ്യത്തിലായിട്ട് വലിയൊരു കൊടുമുടിയുണ്ട്, അതിലാണ് അമ്മ വസിക്കുന്നത് എന്നാണ് ശ്രീ സുമേരുമധ്യ ശൃംഗസ്ഥ എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത നാമം ശ്രീമന്നഗരനായിക. ശ്രീമന്നഗരനായിക എന്ന് പറഞ്ഞാൽ ശ്രീലക്ഷ്മി വിലാസമുള്ള ആ ഒരു നഗരത്തിന് നായികയായിട്ടുള്ളവൾ. അതുകൂടാതെ തന്നെ ശ്രീചക്രത്തിൻ്റെ ദേവത എന്ന് പറയും അല്ലേ. അമ്മ ശ്രീചക്രത്തിലാണ് വസിക്കുന്നത്. അപ്പം ആ ഒരു അർത്ഥവും ഇതിൽ വരുന്നുണ്ട്. അടുത്ത നാമം ചിന്താമണി ഗ്രഹാന്തസ്ഥ. ചിന്താമണി എന്ന് പറയുന്നത് അതിവിശിഷ്ടമായ ഒരു രത്നമാണ്. അതായത് ആ രത്നത്തിന് നമ്മുടെ ഏത് ആഗ്രഹങ്ങളെയും സാധിച്ചു തരാനായിട്ടുള്ള അമൂല്യമായ കഴിവുള്ള രത്നമാണ്. അപ്പം അമ്മയുടെ ഗ്രഹം അതിവിശിഷ്ടമായ ആ അമൂല്യമായ രത്നം കൊണ്ട് നിർമ്മിച്ചതാണ് എന്നാണ് ഈ നാമത്തിൽ പറയുന്നത്. അതാണ് അങ്ങനെയുള്ള ഗ്രഹത്തിലാണ് അമ്മ വസിക്കുന്നത്. അപ്പം അതാണ് ചിന്താമണി ഗ്രഹാന്തസ്ഥ എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി പഞ്ചബ്രഹ്മാസനസ്ഥിത. പഞ്ചബ്രഹ്മാക്കൾ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ചിത്രം, മഹാദേവിയുടെ ശ്രീ ലളിതാ മഹേശ്വരിയുടെ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ഇരിപ്പിടത്തിൻ്റെ അമ്മ ഇരിക്കുന്നതിൽ സദാശിവൻ അങ്ങനെ കിടക്കുന്നതായിട്ട് നമ്മൾ ചിത്രത്തിൽ കാണുന്നുണ്ട് അല്ലേ. അപ്പം അതിൽ പറയുന്ന പ്രകാരമാണ് ഈ നാമം അർത്ഥമാക്കുന്നത്. സദാശിവൻ അങ്ങനെ ആ ഇരിപ്പിടത്തിൽ, അമ്മയുടെ ഇരിപ്പിടത്തിലുണ്ട്. അതുകൂടാതെ അമ്മയുടെ ആ ഇരിപ്പിടത്തിൻ്റെ 4 കാലുകളായിട്ട് കണക്കാക്കപ്പെടുന്നത് ബ്രഹ്മദേവനെയും വിഷ്ണുദേവനെയും രുദ്രദേവനെയും ഈശാനനെയും ഒക്കെയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു മഞ്ചത്തിലാണ് അമ്മ ഇരിക്കുന്നത് എന്ന് അതിൽ പറയുന്നു. അതാണ് പഞ്ചബ്രഹ്മാസനസ്ഥിത എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത നാമം മഹാപത്മാടവി സംസ്ഥ കദംബ. മഹാപത്മാടവി സംസ്ഥ. മഹാപത്മാടവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമരകൾ നിറഞ്ഞ ഒരു കാട്, അതായത് വലിയ താമരകളൊക്കെ ഉള്ള കാടാണ്. അപ്പോൾ ആ കാട്ടിലെ ആ വലിയ താമരയിലായിട്ട് ആണ് അമ്മ ഇരിക്കുന്നത്. ആ അർത്ഥത്തിലാണ് മഹാപത്മാടവി സംസ്ഥ എന്ന നാമം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അതുപോലെ കദംബാവനവാസിനി. അതെന്തുകൊണ്ടാണ് കദംബവനവാസിനി എന്ന നാമം വന്നത്? അമ്മയുടെ ഗ്രഹത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ചിന്താമണി ഗ്രഹമാണ്. ആ ഗ്രഹത്തിന് ചുറ്റുമായിട്ട് ഒരു മണിമണ്ഡപമുണ്ട്. ആ മണിമണ്ഡപത്തെ ചുറ്റി ഒരു വനവും കാണപ്പെടുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആ വനത്തിൽ വസിക്കുന്നവൾ എന്ന അർത്ഥം ഉള്ളത് കൊണ്ടാണ് കദംബവനവാസിനി എന്ന നാമം കൂടി നമ്മൾ അമ്മയെ പറയുന്നത്, അമ്മയുടെ നാമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
അപ്പോൾ അത് മനസ്സിലായി കാണുമല്ലോ. ഇനി അടുത്ത നാമം സുധാസാഗര മധ്യസ്ഥ. സുധാസാഗര മധ്യസ്ഥ എന്ന് പറഞ്ഞാൽ അമൃതമായിട്ടുള്ള സമുദ്രം എന്നാണ് സുധാസാഗരത്തിനെ ഉദ്ദേശിക്കുന്നത്. ഈ അമൃതസാഗരം നമ്മൾ കണ്ടിട്ടുണ്ടോ? അത് സ്വർഗത്ത് കാണുന്ന സമുദ്രം എന്നാണ് പറയുന്നത്. അതിനേക്കാൾ ഉപരി നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം കൂടി ഉണ്ട് ഇതിൽ. അതായത് കുണ്ടലിനി ശക്തിയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല. എന്നാൽ ചിലർക്കെങ്കിലും പല വീഡിയോകളും കാണുന്നവർക്കോ യോഗ അഭ്യസിക്കുന്നവർക്കൊക്കെ അറിയാൻ കഴിയും കുണ്ടലിനി ശക്തി എന്താണെന്ന്. അതായത് മൂലാധാര ചക്രം മുതൽ നമ്മൾ സഹസ്രാര പത്മം വരെയുള്ള ആ ഒരു യാത്രയാണ് കുണ്ടലിനി ശക്തി നടത്തുന്നത്. അതായത് ഒരു പ്രാണനെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് കുണ്ടലിനി ശക്തി കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു നമ്മളെ തന്നെ ഉയർത്തുക. അതായത് ദേവിയുടെ ആ ഒരു അതിലേക്ക് നമ്മൾ ഉയർത്തപ്പെടണമെങ്കിൽ നമുക്ക് വളരെയധികം ഇന്ദ്രിയങ്ങളെ നിയന്ത്രണം ആവശ്യമാണ്. അതൊക്കെ നിയന്ത്രിച്ച് യോഗകൾ അഭ്യസിക്കുന്നവരുണ്ട്. അപ്പം അതുപോലുള്ള കുണ്ടലിനി ശക്തിയെ ഉണർത്തി അല്ലെങ്കിൽ ആ ഒരു ഓരോ ചക്രങ്ങളിലൂടെ സഞ്ചരിച്ച് നമ്മൾ സഹസ്രാര പത്മത്തിൽ എത്തിച്ചേരുമ്പോൾ നമ്മളവിടെ ആ മഹാസമുദ്രം അഥവാ അമൃതത്തിൻ്റെ മഹാസമുദ്രവും ആ മഹാപത്മത്തിൽ ഇരിക്കുന്ന ദേവിയെയും ഭഗവാനെയും ഭഗവതിയെയും കാണാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ മോക്ഷത്തിലേക്ക് എത്തിച്ചേരും എന്നതാണ് ആ നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. അത് അതിലേറെ പറയുവാനുള്ള നാമങ്ങൾ തന്നെയാണ്. അപ്പം ഇവിടെ നമ്മൾ നാമം മാത്രമായിട്ടാണ് പറയുന്നത് എല്ലാം. അപ്പം അത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി അടുത്ത നാമം കാമാക്ഷി എന്നാണ്. കാമാക്ഷി എന്ന് പറഞ്ഞാൽ സരസ്വതി ദേവിയെ ഉദ്ദേശിച്ചിട്ടാണ് കായ എന്നക്ഷരവും മായ എന്നക്ഷരം മഹാലക്ഷ്മിയെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിതിന് മനസ്സിലാക്കാം, സരസ്വതി ദേവി ജ്ഞാനത്തിൻ്റെ ദേവതയാണ് അല്ലേ. അപ്പം ജ്ഞാനം നേടുക എന്നത് ഓരോരുത്തരുടെയും അതായത് ജ്ഞാനം നേടുക എന്നുള്ളത് നമ്മുടെ എല്ലാം ആവശ്യകതയാണ്. അതുപോലെ തന്നെ ഭൗതികമായ ആവശ്യമാണ് മഹാലക്ഷ്മിയെ കുറിച്ച് പറയുമ്പോൾ അല്ലേ. അത് സമ്പത്തിൻ്റെ ദേവതയാണ് മഹാലക്ഷ്മി. അപ്പോൾ കായും സരസ്വതിയെയും ആ മഹാലക്ഷ്മിയെയും ഇതിൽ പറയുമ്പോൾ അമ്മയുടെ കണ്ണുകൾ മനോഹരമായ കണ്ണുകളാണെന്നും അർത്ഥമുണ്ട്. അതുപോലെ അമ്മയുടെ 2 കണ്ണുകളും ഈ 2 ദേവതമാരെ സങ്കല്പിക്കുന്നു എന്നും പറയുന്നു. അപ്പോൾ നമുക്കതിൻ്റെ അർത്ഥം ഇനി ഞാൻ വിശദീകരിക്കണ്ടല്ലോ, മനസ്സിലായി കാണുന്നു വരുന്നു. ജ്ഞാനവും ഭൗതികവുമായ അറിവും ആവശ്യമാണ് നമുക്ക്. ജീവിതത്തിൽ സമ്പത്തും ഒക്കെ ആവശ്യമാണ് അല്ലേ. അപ്പോൾ ആ 2 ദേവതകളെയാണ് അമ്മയുടെ കാമാക്ഷി എന്ന ആ നാമത്തിൽ വരുന്ന കായും മായുമായിട്ടൊക്കെ പറയുന്നത്. ഇനി മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വളരെ മനോഹരമായ അതിസുന്ദരിയായ അല്ലെങ്കിൽ അത്രയും വളരെ മനോഹരമായ നയനങ്ങളോട് കൂടിയവൾ. അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണ്. അപ്പം അങ്ങനെയുള്ള കാമാക്ഷി എന്ന നാമം ഇതിൽ ഉൾപ്പെടുന്നു. ഇനി അടുത്ത നാമം പറയുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും ഓരോ അഭീഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ദേവിയെ പ്രാർത്ഥിക്കും അല്ലേ. അപ്പം അതുപോലെയുള്ളത് നമ്മുടെ ഭക്തന്മാരുടെ ആവശ്യങ്ങൾ ഇനി പറഞ്ഞില്ലെങ്കിൽ തന്നെയും ദേവി മനസ്സിലാക്കും. അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് ആ അഭീഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ദേവിയാണ് അമ്മ ശ്രീ പരമേശ്വരി അല്ലെങ്കിൽ ശ്രീ മഹാദേവി, ശ്രീ ലളിതാ ത്രിപുര സുന്ദരി. അപ്പം അമ്മയുടെ ആ നാമം പല നാമങ്ങൾ മാത്രമല്ല, കാമദായിനി എന്ന നാമം ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ 55 മുതൽ 63 വരെയുള്ള നാമങ്ങളുടെ അർത്ഥങ്ങൾ ഇവിടെ അറിഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. കൂടുതൽ ശ്രദ്ധിക്കുക. പാരായണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ശ്രദ്ധയോടെ, വളരെ ലളിതമായിട്ടാണ് പറയുന്നത്. ഈ അർത്ഥങ്ങളിലും ഒരുപാട് അർത്ഥങ്ങൾ വരുന്ന നാമങ്ങളൊക്കെ ആണെങ്കിൽ കൂടിയും നമ്മൾ സാമാന്യമായ അർത്ഥങ്ങളിൽ കൂടെ കടന്നു പോകുന്നു. എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിലാണ് ഞാൻ പറയുന്നത് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യദിനമായ ദിനം ആശംസിച്ചുകൊണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ
നന്ദി, നമസ്കാരം.